നമുക്കിടയിൽ ചില ആളുകളുണ്ട്, അവരധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. എന്നാൽ ഇത്തരം ആളുകളിൽ വലിയ നന്മയും വലിയ അനുഭവ സമ്പത്തും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത്തരം ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അറേബ്യൻ സ്റ്റോറീസ് ഫോളോ മീ എന്ന സെഗ്മെൻറ്റിലൂടെ. ഇത്തവണ ഫോളോ മീയിൽ ജോർദാനിൽ തൻ്റേതായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ തിരുവനന്തപുരത്തുകാരൻ സനൽകുമാറിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 18,000-ലധികം ആളുകൾ സനൽകുമാറിൻ്റെ ക്ലാസിക് ഫാഷൻസ് എന്ന കമ്പനിയിൽ ജോലിയെടുക്കുന്നു. ഇതിൽ 1000-ഓളം മലയാളികളുമുണ്ട്. സനൽകുമാറിൻ്റെ വിജയ വഴികളിലൂടെയാണ് ഫോളോ മീ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. മുംബൈ എയർപോർട്ടിലെ ജോലിയിൽ നിന്നാണ് ദുബായിലേക്ക് സനൽകുമാർ വിമാനം കയറിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മികവ് വിദേശത്ത് ഏറെ ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. ദുബായിലെത്തപ്പെട്ടത് വസ്ത്രനിർമ്മാണ രംഗത്ത്. ചെറുപ്പക്കാരന്റെ കുതിപ്പും സാമ്പത്തിക അച്ചടക്കവും നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ കൈവച്ചതിലെല്ലാം മുന്നേറി. അങ്ങനെ വസ്ത്രനിർമ്മാണ രംഗത്ത് ഫാക്ടറി സ്ഥാപിക്കലും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനയിലുമായി സനൽ എന്ന തിരുവനന്തപുരത്തുകാരൻ പിന്നോട്ട് നോക്കാതെ മുന്നോട്ടു പോയി. അങ്ങനെ ജോർദാനിലേക്കുള്ള യാത്രയിലും അത് കലാശിച്ചു. ജോർദാൻ എന്ന രാജ്യത്തിന്റെ സുരക്ഷ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും വലിയ അവബോധമില്ലാതിരുന്നുവെങ്കിലും എല്ലാം ശരിയാകുമെന്ന ശുഭപ്രതീക്ഷയോടെയും എന്തും വരട്ടെ എന്ന ചങ്കൂറ്റവും മനസ്സിലുറപ്പിച്ചാണ് ദുബായിൽ നിന്നും ജോർദാനിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ജോർഡന്റെ അതിർത്തികൾക്ക് ചുറ്റിനും, അതായത് ജോർഡന്റെ ചുറ്റുമുള്ള കൺട്രികൾക്ക് പ്രശ്നമുണ്ടെങ്കിലും Jordan is one of the safest land that you can think of. When you talk about India is safe. Jordan is much more safe. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇവർ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരാളേ ഉള്ളൂ. അദ്ദേഹം ഈസ് വെൽ റെസ്പെക്റ്റഡ് ബൈ ദി പോപ്പുലർ പബ്ലിക്. അത് കാരണം അതൊന്ന്. പിന്നെ അദ്ദേഹം വളരെ നല്ല റിലേഷൻഷിപ്പാണ് വെസ്റ്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോരാഞ്ഞിട്ട് ജോർഡൻ്റെ ഒരു വലിയൊരു ഒരു ബോർഡർ എന്ന് പറയുന്നത് ഇസ്രയേലാണ്. സോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അമേരിക്കയുടെ കമ്മിറ്റ്മെൻറ്റ്. അപ്പം ജോർഡനെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒക്കുള്ളൂ. അത് കാരണം ജോർഡൻ ഈസ് ഓൾവേസ് സെക്യൂർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞും വിയർപ്പൊഴുക്കിയും കാലങ്ങൾ കടന്നപ്പോഴാണ് സ്വന്തമായി എന്തുകൊണ്ട് ഒരു സംരംഭം ആയിക്കൂടാ എന്ന് ചിന്തിച്ചത്. അങ്ങനെ ക്ലാസിക് ഫാഷൻ എന്ന പേരിൽ ജോർദാനിലെ മഫ്രഖ് പ്രദേശത്ത് ചെറിയ മുതൽ മുടക്കിൽ വലിയ കമ്പനികൾ ഏറ്റെടുക്കുന്ന കമ്മീഷൻ വ്യവസ്ഥയിൽ ചെറിയ ബിസിനസ്സിന് തുടക്കമിട്ടു. അങ്ങനെയാണ് ചുവർ ചിത്രങ്ങൾ സ്വാഗതമോതുന്ന ഏതാണ്ട് 18,000-ലേറെ വിവിധ ദേശക്കാരായ ജോലിക്കാരുള്ള ജോർദാനിലെ മുന്തിയ സ്ഥാപനമായി അമേരിക്കയിലേക്ക് ടൺ കണക്കിന് വസ്ത്രങ്ങൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ അയക്കുന്ന ക്ലാസിക് ഫാഷനായി സനൽകുമാർ എന്ന അധ്വാനിയുടെ സ്ഥാപനം വളരുന്നത്. അഴിമതിരഹിതമായി നേരായ കാര്യങ്ങൾക്ക് കൈക്കൂലിയുടെ മണമില്ലാത്ത അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളും ബോംബുകളും വർഷിക്കുമ്പോൾ ജോർദാൻ എന്ന രാജ്യം തനിക്ക് തരുന്ന സുരക്ഷയും സാധ്യതകളും സനൽകുമാർ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. ഇവിടുത്തെ ബ്യൂറോക്രസി, ഇതുപോലത്തെ ഒരു ബ്യൂറോക്രസി എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ത്യയിൽ, ഓഫ് കോഴ്സ് ഞാൻ ഇന്ത്യൻ, ഈജിപ്റ്റ്, ദുബായ്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോർഡനെ പോലൊരു സപ്പോർട്ടീവ് ബ്യൂറോക്രസിയുള്ളൊരു കൺട്രി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു മിനിസ്റ്റർ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ മിനിസ്റ്റർ ഓഫീസിലുണ്ട്, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. വേറെ ഏത് രാജ്യത്തെ നടക്കണേ. അതല്ല, അന്ന് അദ്ദേഹം ബിസിയാണ്, വിളിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും. നമ്മുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി വേറെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ബാഡ് പ്രാക്ടീസസ്. ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന് ഒരു നയ പൈസ കൊടുക്കണ്ട. ഇന്ന് വസ്ത്രനിർമ്മാണ രംഗത്തെ മാത്രമല്ല, ഫാക്ടറി നിർമ്മാണത്തിലും ഇന്റീരിയർ ഡിസൈനിങ്ങിലും അങ്ങനെ കൈവയ്ക്കാവുന്ന പല മേഖലകളിലും തന്റെ അനുഭവങ്ങളുടെ സമ്പത്തിറക്കി സനൽകുമാർ വിജയങ്ങൾ കൊയ്തെടുക്കുന്നു. 10-15 വർഷമായിട്ട് ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. വൈ ഷുഡൻറ്റ് ഐ ഡു ഫോർ മൈസെൽഫ്? അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ക്യാപിറ്റലൊന്നും ഇല്ലായിരുന്നു. 15 വർഷത്തെ അധ്വാനം, അതിൻ്റെ സേവിങ്സ്, ഒരു $500,000 ആയിരുന്നു എൻ്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. $500,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതൊന്നുമല്ല. അതൊരു 2-3 മാസം കൊണ്ട് തീർത്തുക എന്നുള്ള പൈസയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ നേച്ചർ എന്ന് പറയുന്നത്. എങ്കിലും തൻ്റെ അടുത്തോടെ ഇറങ്ങി തിരിച്ചു.
തിരിക്കുമ്പോഴത്തേക്കും കുട്ടികൾ, എനിക്കൊരു മോനും മോളും ഉള്ള അവരൊന്ന് സ്കൂളിലായിരുന്നു. സോ വൈഫിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നാളെ മുന്നോട്ട് പോയില്ല, ഈ കാശ് മുഴുവൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അപ്പോൾ എൻ്റെ ആൻസർ അവരുടെ അടുത്ത്, ആസ് ലോങ് ആസ് മൈ ബ്രെയിൻ വർക്ക്സ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇറ്റ്സ് അവർ ഡെസ്റ്റിനി, വിൽ ഫേസ് ഇറ്റ്. ഓക്കെ. സോ ദാറ്റ് വാസ് ദി കോൺഫിഡൻസ് ഓൺ വിച്ച് വി സ്റ്റാർട്ടഡ് വിത്ത്. പിന്നെ 2003 വെറും 300 പേര്, 2 പ്രൊഡക്ഷൻ ലൈൻസ്. 4B ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. അത് കാരണം വേറെയുള്ള ഫാക്ടറീസിൻ്റെ ജോബ് വർക്ക് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആദ്യത്തെ വർഷത്തെ സെയിൽസ് $2 million ആയിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഓരോ വർഷവും ഗ്രോ ചെയ്യായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഫൈൽ കണ്ടോന്നറിയില്ല, അതിനകത്ത് ഡെഫിനറ്റ്ലി സെയിൽസിൻ്റെ ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും വളരെ മെച്ചുവേർഡായിട്ടും സ്ട്രക്ചേർഡായിട്ടും 15 to 25% ഗ്രോത്ത് വി മെയിൻറ്റെയിൻഡ്. ആൻഡ് കഴിഞ്ഞ വർഷം ഞങ്ങൾ $327 million സെയിൽസ് ചെയ്തു. ഈ വർഷം ഞങ്ങൾ 375 ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. 370+ വിൽ ഡെഫിനറ്റ്ലി ബി ദയർ. സോ ദാറ്റ് ഈസ് വെരി സ്റ്റാൻഡ്സ്. ഇന്നിപ്പം നമുക്ക് 18,000 പേരുണ്ട്. 18,000 പേര് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ജോർഡൻ ഈ കൺട്രികളിൽ നിന്നാണ്. മലയാളികളുടെ വലിയ നിര തന്നെയുണ്ട് ജോർദാനിലെ സനൽകുമാറിന്റെ ക്ലാസിക് ഫാഷനൊപ്പം. ചെറിയ ശമ്പളത്തിൽ ചെറിയ തസ്തികകളിൽ സനലിനൊപ്പം വിയർപ്പൊഴുക്കി തുടങ്ങിയവർ ഇന്ന് കമ്പനിയുടെ വിവിധ വകുപ്പ് തലവന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലീഡർഷിപ്പ് ഞങ്ങൾക്ക് ആ ഡയറക്ഷൻ തന്നിരിക്കുന്നത് ആസ് എ ടീം വർക്ക്. സ്കിൽഡ് സ്റ്റാഫ്സ്, പ്രൊഡക്ഷൻ സ്റ്റാഫ്സ്, അതുപോലെ മാർക്കറ്റിംഗ് സ്റ്റാഫ്സ് എല്ലാവരും വളരെ പഴക്കമുള്ള സ്റ്റാഫ്സാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഈ കമ്പനി ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത്. അപ്പം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആസ് എ ടീം വർക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ് ഫോർ ദ കമ്പനി ലൈക്ക് അസ് ടു ഗ്രോ. ഞങ്ങൾ ആ ഒരു ലെവലിലാണ് ഞങ്ങൾ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. വർക്കേഴ്സിന് എല്ലാ ബെനിഫിറ്റും എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ വകുപ്പുകളുടെയും പ്രധാന ചുമതലകൾ വഹിക്കുന്നത് മലയാളികൾ തന്നെയാണ്. ഏതാണ്ട് 500-ലധികം മലയാളികൾ സനലിനൊപ്പം ജോർദാനിൽ കൈകോർത്ത് ജീവിക്കുന്നു. ബിസിനസ്സിലും ജീവിതത്തിലും വിജയിക്കാൻ സ്വന്തമായി വികസിപ്പിച്ച ചില മാർഗരേഖകളും സനൽകുമാറിന്റെ കൈവശമുണ്ട്. എല്ലാവരും പറയാറുണ്ട് സ്വപ്നം കാണണം, വല്ലാണ്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ ഫിലോസഫി എന്ന് എൻ്റെ ഐ വിഷ്, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് not to have a dream. Because for a reason, when you have a dream or you have a target, you have a budget, you will be always focused on that particular thing and you will be moving forward. Whereas if you just keep yourself totally free and open, there are a lot of avenues available which you won't see when you are just focused. Definitely you should be focused on your work. ചെയ്യുന്ന പണിയിൽ ടോട്ടലി ഫോക്കസ്ഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, ആൻഡ് യു ഷുഡ് ഹാവ് എ പാഷൻ. എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് തന്നെയാണ്. അതായത് താൻ ഇത് പഠിക്കണം അല്ലെങ്കിൽ താൻ ഇത് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടേ ഇല്ല.